ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ചിക്കൻ വരട്ടിട്ടാണ്. ഇത് ഏത് മക്കൾക്കും ചിക്കൻ വരട്ടിയത് ഇഷ്ടപ്പെടാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ, ഈ പൊറാട്ടയ്ക്കും കുബൂസിനൊക്കെ കിട്ടും, അതുപോലത്തെ ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇതുപോലെ വരട്ടി നോക്കി. ഞാൻ കാണിക്കണ മാതിരി അതേപോലെ ചെയ്ത് നോക്കി. എന്തായാലും പൊളി റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടിയത് 3 തക്കാളി കട്ട് ചെയ്തത്, അതുപോലെ 4 വലിയ ഉള്ളി കട്ട് ചെയ്തത്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് 3 കൂടി ഒപ്പം ചതച്ചത്, പിന്നെ മല്ലിച്ചപ്പ് അരിഞ്ഞത്, അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്യണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ബോറടിക്കണ്ട വെച്ചിട്ട്, കുറേ ടൈം അങ്ങനെ പോകുമല്ലോ, അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാത്രം ഗ്യാസ്മിൽ വെച്ചിട്ട് അതിക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിക്കണ, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നിരിക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, നല്ലോണം ചൂടായി വന്നിട്ട് പെരുംജീരകം ഉണ്ടല്ലോ, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചത്ര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒരു ബ്രൗൺ കളറാവട്ടെ കേട്ടോ. ഇത് നല്ലോണം ബ്രൗൺ കളറായി വരുമ്പോഴാണ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് ബ്രൗൺ കളറായി വരട്ടെ. അങ്ങനെ ആദ്യം നമ്മൾ വല്യുള്ളി ഇട്ട് കൊടുക്കുക. പെരിഞ്ചീരകം ബ്രൗൺ കളറായി വന്നിട്ട് ആദ്യം പിന്നെ ചെയ്യേണ്ടത് വല്യുള്ളി ഇട്ട് കൊടുക്കുക. അത് നല്ലോണം വാട്ടുക, നല്ലോണം വാട്ടണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആവശ്യമായ ഉപ്പ് ഈ വല്യുള്ളിക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം സിമ്മിൽ കിടന്ന് വാടട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറുതാക്കി കട്ട് ചെയ്യട്ടാ. വലിയ പീസാക്കി കട്ട് ചെയ്താൽ അതിങ്ങനെ ആ ഗ്രേവിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും. അപ്പോൾ ചെറിയ പീസാക്കിയാണ്ട് കട്ട് ചെയ്യുക. വലിയുള്ളി ആയാലൊക്കെ കട്ടി കുറച്ചിട്ട് കട്ട് ചെയ്യുക. ഇത് നല്ലോണം വാട്ടിയെടുക്കുക. ഇത് നല്ലോണം വാടണം. ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ്, എല്ലാ സാധനവും നല്ലോണം വാടണം. വാടിയിട്ട് ആ വെജിറ്റബിൾസ് ഒന്നും കാണരുത്, അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ചിക്കൻ വരട്ടിയതുണ്ടല്ലോ, നമുക്ക് വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നും. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഈ പൊരിച്ച ചിക്കനൊക്കെ ഉണ്ടല്ലോ, ആ ചിക്കൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ മസാല ഒക്കെ തേച്ച് വെച്ച ചിക്കൻ ആയതുകൊണ്ട് നല്ല സോഫ്റ്റും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നിച്ച് കൂട്ടി ചതച്ചത് ഇട്ട് കൊടുക്കട്ടോ. നമ്മൾ സാധാ പോലെ ചിക്കൻ വരട്ടണിക്ക് എടുക്കൂലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ഒരു കണക്കിന് നിങ്ങൾ എടുത്താൽ മതി. ഞാൻ ഇവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇഞ്ചി വെളുത്തുള്ളി എടുക്കുക. പച്ചമുളക് ഞാൻ 4 പച്ചമുളക് എടുത്തിക്കണേ. ഇത് 3 കൂട്ടി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. കൂട്ടി ചതക്കണം, എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം മിക്സാക്കുക. എന്നിട്ട് മിക്സാക്കിയിട്ട് അതിൻ്റെ ഇതൊക്കെ പോട്ടെ. നല്ലൊരു സ്മെല്ലാണല്ലോ, എനിക്കിഷ്ടമായിട്ടാ ഈ സ്മെല്ല്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലല്ലേ, ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഞാൻ ആ സ്മെല്ലൊക്കെ ഒന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പൊക്കെ പോവാം. അങ്ങനെ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലതും വാടിയൊക്കെ ലുക്കിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ചിലർ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കും. ഈ ടൈമിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ളിലും തക്കാളിയിലൊക്കെ ഇറങ്ങി ഒരു പ്രത്യേക ടേസ്റ്റായി വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇപ്പം ഇട്ട് കൊടുക്കണം. പിന്നെ ലാസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാണ്ട് ഈ വാട്ടേണ്ട ടൈമിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം വാട്ടിയെടുക്കുക, നല്ലോണം വാട്ടണം. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താണ് കേട്ടോ. ഇത് ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ഉള്ള ഉപ്പ് ഞാൻ ഇട്ടുക്കണേ. ഇത് നല്ലോണം മിക്സാക്കുക. നല്ലോണം മിക്സായിട്ട് ഒന്നുകൂടി സിമ്മിലിടട്ടെ. ഞാൻ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ മസാല പൗഡറുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് കഴിഞ്ഞതിൻ്റെ ശേഷം 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ഗായ്സ് നല്ല സ്മെല്ല് വരണം കേട്ടോ, സഹിക്കാൻ കഴിയണില്ല. ഇതിങ്ങനെ വെറുതെ ഇട്ട് കഴിക്കാനൊക്കെ പൊടി ടേസ്റ്റ് കേട്ടോ. ഇത് നമുക്ക് നല്ലോണം മിക്സാക്കാം. പൊടികളൊക്കെ ഒന്ന് നല്ലോണം സെറ്റാകട്ടെ. നല്ലോണം ഒന്ന് സിമ്പിളിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് മോളിങ്ങനെ എപ്പോഴാവാൻ വെച്ചേ ഇങ്ങനെ വെറുപ്പിക്കണുണ്ടേ.
അപ്പോൾ ഇത് നല്ലോണം വാടി സെറ്റായി വന്നിട്ടുണ്ട്. മസാല പൗഡറുകളൊക്കെ വന്ന് നല്ല അടിപൊളി സ്മെല്ലൊക്കെ ആയി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി, ഈ ചിക്കനിക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ചിക്കൻ കളറും, പിന്നെ കുറച്ച് സുർക്കി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടി കുഴച്ച് അങ്ങനെ അടിപൊളിയാക്കിയ ചിക്കനാണിത്. ഇത് നേരെ ഈ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ മസാല പുരട്ടി വെക്കണം കേട്ടോ. ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, പൊരിച്ചൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ ചിക്കന്. ഈ ചിക്കനിക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അതൊന്നും ഇടണ്ട കേട്ടോ. സാധാ മസാല പൗഡറുകൾ ഇട്ടുകൊണ്ട് കുറച്ച് സുർക്ക വെച്ചുകൊണ്ട് സിമ്പിൾ മസാല ആക്കി പുരട്ടി വെച്ചാൽ മതി. ഇതെല്ലതും ഇതിലേക്ക് തട്ടി കൊടുക്കുക. ഇത് നമ്മൾ ഉരുളിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയാവും. നമ്മളെ ഉരുളി ഉണ്ടല്ലോ അതിലുണ്ടാക്കി നല്ല ടേസ്റ്റാണ്. നല്ല വെള്ളമൊക്കെ വറ്റി അടിപൊളി ടേസ്റ്റാണ്. ഞാൻ അപ്പോൾ ആ ഉരുളിയില്ല, അപ്പോൾ ഈ പാത്രത്തിലാണ്, അലുമിനിയത്തിൻ്റെ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് ഉരുളിൻ്റെ ലുക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കണ്ട് സമാധാനിച്ച് കണ്ട് ഈ പാത്രത്തിൽ ഉണ്ടാക്കുകയാണ്. അങ്ങനെ നല്ലോണം എല്ലാ മസാലയിലും ഇട്ടുകൊണ്ട് മിക്സാക്കിക്കാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കണം കേട്ടോ. ആ മസാലയൊക്കെ ഉണ്ട് മേലൊക്കെ ഉണ്ട് എത്തിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഒരു പരിവാക്കി എടുക്കുക. അങ്ങനെ ഗായ്സ് ഈ ലുക്കിലുണ്ട് ചിക്കൻ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ എല്ലായിടത്തും മസാല ഒക്കെ വന്ന് റെഡിയായി ഇങ്ങനെ നിൽക്കണത്. നല്ലോണം മിക്സ് ആക്കണം കേട്ടോ, അപ്പോൾ ഇതിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ 3/4 ഗ്ലാസ് ജ്യൂസ് ഗ്ലാസ് ഉണ്ടല്ലോ, അതിന് 3/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ, അപ്പോൾ കറിയായി പോകും. ഇത്ര മാത്രം ഒഴിച്ചാൽ മതി. ഇനി നല്ലോണം ഇളക്കുക, എല്ലായിടത്തും നിന്ന് ഇളക്കിയിട്ട് ഫുള്ളിലിടട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ ഇതിൽ വെള്ളമൊന്നും ഇല്ലാത്ത മാതിരി തോന്നും. ഇനി കുറച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ സെറ്റായി വരും കേട്ടോ. നമുക്ക് ഗ്യാസ് ഫുള്ളിലിട്ട് മൂടി വെക്കാം. അങ്ങനെയൊക്കെ മൂടി തുറന്ന് നോക്കിയപ്പോൾ ഗൈസ് കണ്ടില്ലേ എത്ര വെള്ളം ഇതിൽ വന്നോ. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ്റെ. അങ്ങനെ ചിക്കൻ തിളച്ച് വന്നിട്ടുള്ളൂ. ഇനി ഇത് വേവണം, അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി തിളച്ചിട്ട് ഗ്യാസ് സിമ്മിലിടാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി മൂടി വെക്കാം. ഇനി അവിടെ കിടന്ന് സിമ്മിലിങ്ങനെ വേവട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് പിന്നെയും കൂടുതൽ വെള്ളമുണ്ട് വന്നത്, കൂടുതൽ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മൂടി വെക്കണ്ട, മൂടി വെച്ചാൽ കുറച്ചും കൂടി കൂടുതൽ വരും വെള്ളം. അപ്പോൾ മൂടി വെക്കാതെ നമുക്ക് സിമ്മിൽ കിടന്ന് ഇങ്ങനെ ഇത് വച്ചിങ്ങനെ വരട്ടെ. അപ്പോൾ ഏകദേശമൊക്കെ ചിക്കൻ ഇങ്ങനെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കുറേ വെള്ളമുണ്ട്, അതൊക്കെ ഇനി വറ്റി വരണം, നല്ല ചിക്കൻ റെഡി ആവുള്ളൂ. അപ്പോൾ ഉപ്പിൻ്റെ കുറവ് ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ചും കൂടി ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചിക്കന് ഇതുപോലെ കുറച്ച് വെള്ളം വറ്റിയാൽ നമ്മൾ 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അത് മസ്റ്റാണ്, കുരുമുളക് പൊടി ഇടണം, അപ്പോഴതൊരു ടേസ്റ്റ് വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഏകദേശമൊക്കെ വെള്ളം ഇങ്ങനെ വറ്റി തുടങ്ങുന്ന ആ ടൈമുണ്ടല്ലോ അപ്പോഴാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് മല്ലിച്ചപ്പ് മാറ്റി വെക്കണം, ഇത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനാണ്. ഇനി നല്ലോണം നമുക്ക് മിക്സാക്കി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. നല്ല സ്മെല്ല് തന്നെ സഹിക്കാൻ കഴിയണില്ല ഫ്രണ്ട്സ്. ഞാൻ ഈ നീളം കുറഞ്ഞ ചട്ടൊക്കെ എടുത്തിട്ട് എൻ്റെ കൈമൊക്കെ ഇങ്ങനെ ആവി കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേ അലുമിനിയത്തിൻ്റെ ചട്ടകം, ഈ ചട്ടകം കൊണ്ട് ഇളക്കാൻ സുഖം, ഇരുമ്പിൻ്റെ ചട്ടകം ഭയങ്കര വേദനയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതാകുമ്പോൾ ഇളക്കാൻ സുഖം വിചാരിച്ച് ഇതെടുത്തതാണ്. അപ്പോൾ ഇത് അതിലേറെ പണി കിട്ടുന്നുണ്ട്. ഈ ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്മിലിട്ടിട്ട് വേവിക്കാം, അതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കും വേണം, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കിനി ഈ ടൈമിൽ ഒരു ഐറ്റംസും കൂടി ആഡ് ചെയ്യാണ്ട്, അപ്പോൾ ഈ ചിക്കൻ കറിക്കൊരു കളറ് കുറവില്ലേ, നമുക്കിനി കളറ് കൂട്ടാം ഒരു ഐറ്റംസ് ഇട്ടുകൊണ്ട്. അപ്പോഴാണ് നമുക്ക് കല്യാണ വീട്ടിലൊക്കെ ചിക്കൻ ഗ്രേവി ഉണ്ടല്ലോ ആ കളർ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഐറ്റം ഇട്ട് കൊടുക്കാം. വേറെ ഒന്നുമല്ല, നമ്മൾ കോഴി കളർ ഉണ്ടല്ലോ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇഷ്ടം ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ കളറ് ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിട്ട് കൊടുക്കണം. അപ്പോൾ ആ കല്യാണ വീട്ടിലെ ചിക്കൻ്റെ ഗ്രേവി ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ കളറ് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഗൈസ് നല്ല അടിപൊളിയായി വെള്ളമൊക്കെ വച്ചിങ്ങനെ വെറൈറ്റിയ ലുക്കായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ലോണം ഡ്രൈ ആക്കി ഇഷ്ടമുള്ളവർക്ക് ഡ്രൈ ആക്കാം. എനിക്ക് കുറച്ചിങ്ങനെ മസാലയൊക്കെ വേണം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ്, കമൻറ്റ്.